എന്നമരും ഇവിടെ ശ്രീമതി സുമയ്യ സംസാരിച്ചപ്പോൾ താങ്കൾ കേട്ടല്ലോ, എല്ലാ സഹായം വാഗ്ദാനം ചെയ്യുമ്പോഴും മാനസികമായി പിന്തുണ നൽകുമ്പോഴും ആ ഡോക്ടർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഒരു രോഗി എന്ന നിലയിൽ സുമയ്യ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം ഇങ്ങനൊരു പിഴവ് ഒരാളുടെയും ജീവിതത്തിൽ ഇനി ഉണ്ടാകരുത്. അതുകൊണ്ട് മാതൃകാപരമായി ഡോക്ടറെ അവിടെ നിന്ന് മാറ്റണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. 2 വകുപ്പുകൾ ചേർത്ത് ഡോക്ടർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതൊരു അന്യായമായ നടപടിയാണെന്ന് ഡോക്ടർ എന്നമരുൺ താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ ഡോക്ടർ ജോ ജോർജ് പറഞ്ഞ മാതിരി ഇത് സെൻട്രൽ വെയിനസ് കത്തീറ്റർ ഇട്ട ഡോക്ടർ ഈ സർജൻ അല്ല. അപ്പോൾ തന്നെ ആ കേസ് തള്ളിപ്പോവാനാണ് സാധ്യത. ചില സർജൻ ചെയ്ത ഒരു പ്രശ്നമാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുപോലെ ഡോക്ടർ ജോ ജോർജ് പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എനിക്ക്. അതായത് പിഴവാണോ അല്ലേ എന്നുള്ളതാണ്. ശരിയാണ്, ഇതൊരു അറിയപ്പെടുന്നൊരു കോംപ്ലിക്കേഷനാണ്, പക്ഷേ ആ ഗൈഡ് വയർ മിസ്സിംഗ് ആണ്. അത് അവിടെ ഇല്ല. അതായത് നമ്മൾ ഈ ഗൈഡ് വയർ ഉള്ളിൽ വെച്ചതിന് ശേഷം പിന്നെ അത് തിരിച്ചെടുത്ത് പുറത്തേക്ക് കളയേണ്ട ഒരു സാധനമാണ് ആ സെൻട്രൽ വെയിൻ ഇടുമ്പോൾ. ഒരു ഗൈഡ് മാത്രമാണത്. സെൻട്രൽ വെയിൻ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ, ആട്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഗൈഡ് വയർ പുറത്തെടുത്ത് കളയേണ്ടതാണ്. അത് കത്തീറ്ററൈസ് ചെയ്ത ഡോക്ടർ അത് ചെയ്യാൻ മറന്നുപോയതോ വിട്ടുപോയതോ, അതുപോലെ നേരത്തെ ഡോക്ടർ ജോ ജോർജ് പറഞ്ഞ പോലെ ആ ഗൈഡ് വയർ ഉള്ളിലേക്ക് പോയത് കൊണ്ട് അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാണോ എന്ന് അറിയില്ല. അപ്പം അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. അത് ഞാൻ അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നോ കേസിൽപ്പെടുത്തണമെന്നോ അല്ല പറയുന്നത്. നമ്മളത് പഠിക്കേണ്ടതാണ്. എന്താണ് അവിടെ മിസ്റ്റേക്ക് വന്നത്? ഈ ഗൈഡ് വയറിന് വല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗൈഡ് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? അതിൻ്റെ അഗ്രം പൊട്ടിപ്പോയതാണോ? എന്താണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയണം. അധിക പക്ഷം ഇത് ഉണ്ടായിട്ടുള്ളത് ആ ഗൈഡ് വയർ മിസ്സിംഗ് ആണ് എന്നുള്ളത്, അത് തിരിച്ചെടുത്തില്ല എന്നുള്ളത് ആ കത്തീറ്ററൈസേഷൻ ചെയ്ത ഡോക്ടർക്ക് അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ മെഡിക്കൽ ലിറ്ററേച്ചറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു 0.8%, അതായത് ഒരു 10,000-8 കേസുകളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കേസുകളിലൊക്കെ തന്നെ ഒരുവിധം എല്ലാ കേസുകളിലും അപ്പോൾ തന്നെ അത് കണ്ടുപിടിക്കുകയും അപ്പോൾ തന്നെ അത് എടുക്കാൻ ശ്രമിക്കുകയും എടുക്കാൻ സാധിക്കുകയും ചെയ്യാറുണ്ട്. വളരെയധികം കാലം ഇങ്ങനെ കണ്ടുപിടിക്കാതെ വെച്ചിട്ടുള്ള വളരെ അപൂർവമായിട്ട് കേസുകളേ ഉള്ളൂ. എന്നാൽ അത്രയധികം കാലം അതവിടെ വെച്ചത് കൊണ്ട് നേരത്തെ ഡോക്ടർ ജോ ജോർജ് പറഞ്ഞ പോലെ തന്നെ അത് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഡോക്ടർ എന്നമരുൺ, ഈ ശ്വാസം മുട്ടലും നടക്കുമ്പോഴുള്ള കിതപ്പും അടക്കമുള്ള ഇപ്പോൾ സുമയ്യ അനുഭവിക്കുന്ന ശാരീരിക അവശതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ സർജറിക്ക് ശേഷം ഉള്ളതാണ്. അപ്പോൾ അവർ പറയുന്നു ഇത് എൻ്റെ ഹൃദയത്തിൽ ഒട്ടിക്കിടക്കുന്ന ഈ ഗൈഡ് വയർ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആധിയിൽ അവർ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതെ, ഞാൻ മനസ്സിലാക്കിയുള്ളത് ഈ തൈറോയിഡിൻ്റെ സർജറി ആയിരുന്നു. അതിൻ്റെ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളതാണ് ഒരു പാരാതൈറോയിഡിൻ്റെ ഒരു രക്തക്കൊഴലിൽ ചെറിയൊരു ഇത് വന്നതുകൊണ്ട് പാരാതൈറോയിഡ് എന്ന ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞുപോയി. അപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവ് വരുന്നു. അത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ടാണ് ഈ തൈറോയിഡ് സർജറിയുടെ കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് സുമയ്യയ്ക്ക് ICUയിൽ 8 ദിവസം കിടക്കേണ്ടി വന്നത്. ICUയിൽ കിടന്നപ്പോഴായിരിക്കണം ഈ പെട്ടെന്ന് നമുക്ക് മരുന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ വെയിൻ കത്തീറ്ററൈസേഷൻ ചെയ്യേണ്ടി വന്നത്. ഞാൻ വീണ്ടും പറഞ്ഞ സെൻട്രൽ വെയിൻ കത്തീറ്ററൈസേഷൻ ചെയ്ത ടീം ആരാണ്? അതിൽ ഡോക്ടർമാരുടെ ഒരു ടീമായിട്ടാണ് ചെയ്യുക. ചിലപ്പോൾ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കാം, ചിലപ്പോൾ സീനിയർ ഡോക്ടറുടെ നേതൃത്വത്തിൽ വേറൊരാൾ ചെയ്തതായിരിക്കാം. ആ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ ഗൈഡ് വയർ തിരിച്ചെടുത്തിട്ടില്ല എന്നുള്ളത് അവർ അത് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോട്ട് ചെയ്യണം, അവർ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു പിഴവ് തന്നെയായിട്ട് പറയേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും ഒരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. അതായത് ഈ ശാരീരിക അവശതകളെ പറ്റി പറഞ്ഞല്ലോ സുമയ്യ നമ്മളോട്, അവരുടെ ബുദ്ധിമുട്ടുകളെ പറഞ്ഞു. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞ് സുമയ്യ വിടേണ്ടി വന്നത് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ സംഭവം അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുന്നത് ഈ ഓപ്പറേഷന് ശേഷമാണ്. അതിന് ഈ കുടുങ്ങിക്കിടക്കുന്ന വയറുമായി ബന്ധമുണ്ടോ? ആ രോഗിയെ അല്ലെങ്കിൽ സുമയ്യെ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. എങ്കിലും കിട്ടിയ വിവരം അനുസരിച്ച് പ്രത്യേകിച്ച് ഒരു ഗൈഡ് വയർ നമ്മുടെ വെയിനുകളിൽ അശുദ്ധ രക്തം പോകുന്ന, ഓക്സിജൻ ഇല്ലാത്ത രക്തം പോകുന്ന വെയിനുകളിൽ കിടന്നുകൊണ്ട് പ്രശ്നമുണ്ടാവാൻ സാധ്യത വളരെ 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 കുറവാണ്. അത്രേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനേക്കാളേറെ ആ തൈറോയിഡിൻ്റെ പ്രശ്നം എന്തായിരുന്നു, അത് വേറെ മാലിഗ്നൻസിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ, ഈ ഹൈപ്പോകാൽസീമിയയുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റുമായിട്ട് നടത്തുന്നുണ്ടോ, പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ എന്താണ്, ആ കാര്യങ്ങൾ, അതായത് വയറ് കൊണ്ടല്ല മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട്,
ഇപ്പോൾ തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡ്സത്തിന് തൈറോയിഡിൻ്റെ മരുന്ന് ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ, അതിൻ്റെ ലെവൽ എത്രയാണ്, അതല്ലാതെ ആൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് ഗൈഡ് വെയറായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വേറെ വല്ല അസുഖവും ഉണ്ടോ, ഇതെല്ലാം വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഗൈഡ് വെയർ കൊണ്ടാണോ അല്ലേ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഗൈഡ് വെയർ കൊണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നേരിട്ട് പരിശോധിച്ചാൽ മാത്രം വിദഗ്ധ സംഘം പരിശോധിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗൈഡ് വെയർ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാനസികമായിട്ട് വളരെ തളർത്തുന്നൊരു സംഭവമാണ്, വളരെ ആഘാതം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉള്ളിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നതിൽ തെറ്റില്ല. അപ്പോൾ അത് പലരുടെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തീരെ പ്രതീക്ഷിക്കാത്തൊരു സാധനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു 50 സെൻറ്റിമീറ്റർ വയറുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അത് വലിയൊരു മാനസിക ആഘാതമാണ്. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഒരു ഇഷ്യൂസ് ആയിട്ടൊക്കെ മാറാം. അപ്പോൾ ആ രീതിയിലും ഒരു ഇവാലുവേഷൻ നടത്തണം. പക്ഷേ എല്ലാ അതായത് ചെസ്റ്റിൻ്റെ പൾമണറി മെഡിസിൻ്റെ ആളും കാർഡിയോളജിയുടെ ആളും അതുപോലെ എൻഡോക്രൈനോളജി തൈറോയിഡ് ഹോർമോണായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള ആളും അതുപോലെ ഈ മറ്റേ സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ ഇവാലുവേഷൻ നടത്തിയിട്ട് മാത്രമേ ഒരു വിദഗ്ധ ടീമിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇനി അത് എടുക്കുന്നതിൻ്റെ കാര്യം നേരത്തെ ജോർജ് വളരെ വിശദമായിട്ട് പറഞ്ഞു. എടുക്കുന്നതിന് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കൂടുതലായിട്ട് ജോർജ് എനിക്ക് കൂടുതൽ അറിയാം, എനിക്കതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. പക്ഷേ റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാൻ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പലപ്പോഴും ഇതുകൊണ്ടായിരിക്കില്ല. ഇനി ഒരു മേജർ സർജറി ചെയ്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ചിലപ്പോൾ ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം, വളരെ എല്ലാവരും കൂടി ആലോചിച്ച് വിദഗ്ധമായിട്ട് എല്ലാ സമിതികളെല്ലാം കൂടിയിട്ട് മാത്രമേ അത് എടുക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് ഇപ്പോൾ വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് വേണ്ട ഒരു സാമ്പത്തികമായിട്ടുള്ള എല്ലാ സംരക്ഷണവും അതുപോലെ ഇതൊരു തെറ്റ് തന്നെയാണെന്ന രീതിയിൽ അവർക്ക് വേണ്ട നമ്മളിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലൊക്കെ ഉള്ള രീതിയിലുമായി തന്നെ ഒരു തുക എന്തായാലും അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ ഇനി അങ്ങോട്ടുള്ള അവരുടെ എല്ലാ ചികിത്സാ ചെലവും സർക്കാർ തന്നെ വഹിക്കേണ്ടതാണ്. അത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണല്ലോ ഡോക്ടർ.